ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നൈറ്റി ഡിസൈനാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വളരെ ഭംഗിയുള്ളൊരു നൈറ്റി ഡിസൈനാണ് നോക്കാൻ പോകുന്നത്. ഞാനിതിൻ്റെ ആം ഹോളും ഒക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വൈറ്റാണ്. അപ്പോൾ സാധാരണ എപ്പോൾ നമ്മൾ വൈറ്റ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തന്നെ മടുത്തു. അതുകൊണ്ട് ഞാൻ ഇന്ന് വേറൊരു കളർ വെച്ചിട്ട് ഇത് ചെയ്യാനാണ് വിരിക്കുന്നത്. ഈ ഒരു പിങ്ക് പോലെ വരുന്ന കളറിലാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് നെക്കൊന്ന് കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. ഞാനൊരു 3.25 നെക്ക് എടുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് നെക്ക് ഒരു 3 ഇഞ്ചും ഫ്രണ്ട് നെക്ക് ഒരു 6 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉൾവശത്ത് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ. രണ്ടും കൂടി ഓർമ്മയില്ലാണ്ട് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ഈ ഡിസൈൻ ക്യാൻവാസിലേക്ക് വരച്ചെടുക്കാം. അതായത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് ക്യാൻവാസിൽ വരച്ചെടുത്തിട്ടാണ്. സാധാരണ നമ്മൾ ക്യാൻവാസിൽ ഡിസൈൻ മൊത്തം ചെയ്തതിന് ശേഷം മാക്സിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അതുപോലെയല്ല, ഇത് കുറച്ച് മാറ്റമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു ക്യാൻവാസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ആ മടക്കി വെച്ചതിൻ്റെ മുകളിൽ ഇങ്ങനെ, അതായത് അരികില്ലാത്ത വെച്ചാൽ നമ്മൾ മടക്കിയ ഭാഗം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ നമ്മളൊരു രണ്ടായിട്ട് മടക്കിയിട്ട് നൈറ്റീൻ്റെ പീസും രണ്ടായി മടക്കി ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ആ നെക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് നെക്ക് നെക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഡാർക്ക് കളർ എല്ലാ പ്രാവശ്യവും എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഓർമ്മിച്ചിട്ട് ഡാർക്ക് കളറിൽ ചോക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ആ ഷോൾഡർ വരെയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് വണ്ണത്തിൽ നമുക്ക് ഇതേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ പീസ് 1/2 ഇഞ്ച് വണ്ണത്തിൽ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2 ഇഞ്ച് വണ്ണത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെറിയ പീസ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ തുണിയുടെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം, അയൺ ചെയ്തെടുക്കണം. അപ്പം ഞാനതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഈ തുണിയിലങ്ങ് ചെയ്തെടുക്കണം. അത് കൃത്യമായിട്ട് ചെറിയ നേരിയ പീസായതുകൊണ്ട് തന്നെ ഇങ്ങനെ വിരിഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി വെച്ചിട്ട് വേണം നമ്മൾ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കഴുത്ത് ഭയങ്കര ബ്രോഡായി പോകും. അപ്പോൾ നമുക്ക് ഇടുമ്പോൾ താഴ്ന്ന് വരും. അപ്പോൾ അത് കൃത്യമായി വെച്ച് കൊടുത്തതിന് ശേഷം ആ നടുക്ക് ഭാഗത്ത് ആദ്യം ഒന്ന് അയൺ ചെയ്യുക. അത് 2 സൈഡിലേക്കും പോകുന്ന രീതിയിൽ വേണം അയൺ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിൽ കുറച്ച് മടക്കി അടിക്കാൻ വേണ്ടി കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് മടക്കി അതിന് മുകളിലേക്കൊന്ന് വൃത്തിയായിട്ട് തയ്ച്ച് കൊടുക്കണം. ചെറിയ ചെറിയ കടിച്ചിട്ട് വേണം തയ്ച്ച് കൊടുക്കാൻ. കാരണം ഇത് നമുക്ക് പുറത്തേക്ക് വരുന്ന ഭാഗമാണ്, ഉള്ളിൽ പോകുന്നതല്ല. ഈ നൈറ്റിയുടെ ഏറ്റവും മുകളിൽ പൈപ്പിംഗ് പോലെ വരുന്ന ഭാഗമായിട്ടാണ് അത് വരിക. അതുകൊണ്ട് നീറ്റായിട്ട് തയ്ച്ച് കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ, അതായത് അതിൻ്റെ നല്ല വശത്ത് നൈറ്റി പീസിൻ്റെ ചീത്ത വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് ഉള്ളിൽ വരുന്ന ആ എക്സ്ട്രാ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഇപ്പുറത്തേക്ക് മടക്കി തയ്ക്കുകയാണ് വേണ്ടത്. ഇതിങ്ങനെയാണ് വരിക. അപ്പോൾ ഞാനിത് എക്സ്ട്രാ വരുന്ന ഭാഗമെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അവിടെ ചെറിയ ചെറിയ കട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചീത്ത വശത്താണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ആ ഒരു പീസ് 1/2 ഇഞ്ചിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ക്യാൻവാസിൻ്റെ പീസ് ഇങ്ങനെ ഇപ്പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്തോടെ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ നെക്കും ഫിനിഷായി. പിന്നെ ഒരു പൈപ്പിംഗ് പോലെ ചെറിയ ഡിസൈനും നമുക്ക് കിട്ടി. ക്യാൻവാസ് വെച്ച് തയ്ക്കുന്നത് കൊണ്ട് തന്നെ നെക്കും ഫിനിഷായി കിട്ടുന്നുണ്ട്. ഈ ഒരു വേറെ കോൺട്രാസ്റ്റ് കളറായതുകൊണ്ട് തന്നെ നമുക്കൊരു പൈപ്പിങ്ങിൻ്റെ പോലെ ഡിസൈനും കിട്ടുന്നുണ്ട്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു 2 എണ്ണം കൂടി ചെയ്തെടുക്കണം. അതായത് നമ്മളിപ്പോൾ ഇത് ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇപ്പുറത്തെ വശത്തേക്ക് കുഴപ്പമില്ല, സാധാരണ ക്രോസ് പീസ് വെച്ച് ചെയ്താൽ മതി. അതിനുവേണ്ടി നമുക്ക് ആദ്യം അതിൻ്റെ എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് 1 ഇഞ്ചിലും 2 ഇഞ്ചിലും ഓരോ മാർക്കിംഗ് കൊടുക്കണം. അങ്ങനെ ഇത് ചുറ്റും ചെയ്തെടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതായത് ആ ഒരു പൈപ്പിംഗ് പീസ് കഴിഞ്ഞതിന് ശേഷം വെച്ചിട്ട് 1 ഇഞ്ചിലും 2 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇങ്ങനെയൊന്ന് കൃത്യമായിട്ട് ആ എല്ലാ പോയിൻറ്റുകളും കൂടി ചേർത്തിട്ട് റൗണ്ടിൽ അങ്ങ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പൈപ്പിങ്ങിൻ്റെ പോലെ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് ഫുള്ളും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് വേണം.
ഇതാ ക്രോസ് പീസ് ഞാൻ ഏകദേശം രണ്ടെണ്ണം വീതം കൂട്ടി തയ്ച്ചിട്ട് നീളത്തിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ രണ്ടായി മടക്കി ഈ നമ്മളിപ്പോൾ ഇട്ടുകൊടുത്ത വരേൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട്, അതായത് വരേൻ്റെ മുകളിലല്ല, വരേൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ തയ്ച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് വെക്കുമ്പോൾ വരേൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം തയ്ക്കാൻ. ഇങ്ങനെ വെക്കുക, എന്നിട്ട് അറ്റത്തൂടെ തയ്ച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് അറ്റത്തൂടെ തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് മടക്കി എടുക്കുമ്പം കൃത്യമായിട്ട് നമ്മളിപ്പോൾ വരച്ച വരേൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ തയ്ച്ച് കൊടുക്കാൻ. അതിനുശേഷം അതിൻ്റെ അറ്റം ഇങ്ങനെ പതിച്ചൊന്ന് തയ്ച്ച് കൊടുക്കുക. ഇങ്ങനെ രണ്ടെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പം ഓക്കെ, ഇവിടെ മതിയെങ്കിൽ സിമ്പിളായിട്ട് മതിയെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിർത്താം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടി ഞാനിങ്ങനെ സ്ക്വയർ ക്യാൻവാസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 4 സൈഡിലൊന്ന് മടക്കിയിട്ട് ഭംഗിയാക്കി എടുക്കാം. അപ്പം 4 സൈഡിൽ എക്സ്ട്രാ പീസ് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചതിന് ശേഷം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ സിമ്പിളായിട്ട് വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടി ഞാൻ കുറച്ച് എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് വെച്ച് കൊടുക്കാൻ, ഇവിടെ അല്ല മുകളിൽ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് എങ്ങനെയും ചെയ്യാം. അപ്പം നമ്മൾ ഏതായാലും കുറച്ച് അടിപൊളിയൊക്കെ വിചാരിച്ചിട്ട് ചെറുങ്ങനെ നമ്മൾ സാധാരണ 2 രൂപയുടെ എംബ്രോയ്ഡറി ത്രെഡ് എടുക്കുക. എന്നിട്ട് 6 സ്ട്രാൻഡ്സും വരുന്ന രീതിയിൽ എംബ്രോയ്ഡറി സൂചിയിൽ ചെയ്തെടുത്തതിന് ശേഷം ഹെറിംഗ് ബോൺ സ്റ്റിച്ച്, അതാണ് ശരിക്ക് എംബ്രോയ്ഡറി ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ക്രോസായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ചെറിയൊരു ഇതിലൊന്ന് കുത്തിയെടുക്കുക. ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഇപ്പുറത്തേക്ക് വരിക, അതായത് എക്സ് ആകൃതിയിൽ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ തയ്ച്ചു കൊടുക്കണം. ഇങ്ങനെ വന്നു. ഇനി ഇപ്പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അതേപോലെ ആ വരുന്ന നൂലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ചെറിയ ഇതിലൊന്ന് കുത്തിയെടുത്തതിന് ശേഷം വലിച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് എക്സ് എന്നുള്ള അക്ഷരം വരുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഹെറിംഗ് ബോണിന് സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക, ഹെറിംഗ് ബോൺ സ്റ്റിച്ച്. ഇങ്ങോട്ടേക്ക് എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ ഈ നൂലിൻ്റെ മുകളിലൂടെ വേണം നമ്മൾ അടുത്ത സ്റ്റിച്ച് കുത്തിയെടുക്കാൻ. അങ്ങനെ ഇങ്ങനെ ചെയ്ത് വന്ന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക. അടുത്തത് കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്കൂടെ ചെറുതായിട്ടൊന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഇപ്പുറത്തേക്ക് എടുക്കുക. ഫുള്ള് വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. അതേപോലെ തന്നെ മുഴുവനായിട്ട് ചെയ്യുന്നു. അങ്ങനെ 4 സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. നടുക്ക് ഒരു ലേസി സ്റ്റിച്ച് വെച്ചിട്ടൊരു പൂവും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ നമ്മൾ പൈപ്പിംഗ് വെച്ച് അതിൻ്റെ മുകളിലും ഞാൻ ഇതേ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നടുക്ക് ഒഴിവാക്കി, ഓവറായി തോന്നണ്ടെന്ന് വിചാരിച്ച് നടുക്ക് ഒഴിവാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഞാൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിത് ഈ സ്ക്വയറും കൂടി ഇവിടെ നിന്ന് വെച്ച് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ നടുക്ക് ഒഴിവാക്കിയ ഭാഗത്തും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അതുമാത്രം ഇല്ലാണ്ടിരിക്കുമ്പോൾ എന്തോ പോലെ തോന്നി, അതുകൊണ്ട് അതിനും കൂടി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓവറാന്ന് ആയിക്കോട്ടെ, നല്ല ഭംഗിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുമ്പം ഒരുമാതിരി ബ്ലറായി വരുന്നത്, അതുകൊണ്ട് ഞാനിങ്ങനെ അടുത്തത് കാണിച്ചു തരാം. അതായത് ഇങ്ങനെ 3നും ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇങ്ങനെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ നൈറ്റി ഡിസൈൻ. വൈറ്റാണ് കൂടുതൽ ചേർന്നുണ്ടായിന്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എപ്പോൾ വൈറ്റ് തന്നെ ചെയ്ത് മടുത്തു, അതുകൊണ്ട് വേറൊരു കളർ നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇതുപോലെ അടിപൊളി ഡിസൈനിങ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അതുപോലെ നമ്മുടെ മറ്റേ ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതും കൂടി ഒന്ന് പോയി കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.